ജമ്മു കാശ്മീരിൽ ഹൈ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു സുരക്ഷാ സേന. കശ്മീർ താഴ്വരയിൽ എങ്ങും വ്യാപക തിരച്ചിലാണ്. ഭീകരവിരുദ്ധ ദൗത്യമാണെന്നും വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിടില്ലെന്നും സേന അറിയിച്ചു. ശരത് ലാൽ ഉണ്ട് വിവരങ്ങളുമായി പെഹൽഗാമിൽ നിന്ന്. ശരത്ത്, ഭീകരർക്ക് തൊട്ടരികിലേക്ക് സുരക്ഷാ സേന എത്തിയെന്ന് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വാർത്തകളുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അത് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ രാവിലെ മുതൽ തന്നെ പുറത്തുവിടുകയും ചെയ്തു. ഇപ്പോൾ എന്താണ് കശ്മീരിൽ നടക്കുന്നത്? സുരക്ഷാ സേനയുടെ വാക്കുകളിൽ നിന്ന് എന്തു മനസ്സിലാക്കണം? സേതുലക്ഷ്മി, സുരക്ഷാ സേന കാർഡ് അടച്ച് പരിശോധിക്കുന്നു എന്ന് വേണം പറയാൻ. ഇത്ര സ്ഥലങ്ങളിൽ, അതായത് 10 സ്ഥലങ്ങളിൽ, ശ്രീനഗർ മുതൽ കുൽഗാം, ശ്രീനഗർ, ഷോപ്പിയാൻ, ബഡ്ഗാം, പുൽവാമ, അനന്തനാഗ്, ഗർബല, ബന്ദിപ്പൂർ, കുപ്വാര, ബാരമുള്ള എന്നീ സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടക്കുക. ഇത് പരിശോധന നടത്തുന്ന ലഷ്കർ-എ തോയിബ ബന്ധമുള്ള തീവ്രവാദികളും അവരുമായി ബന്ധപ്പെട്ടവരെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ആ പരിശോധന നടത്തുന്ന രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. ഈ തീവ്രവാദികളെ വെടിവെച്ചു കൊല്ലുകയോ അല്ലെങ്കിൽ തീവ്രവാദികളെ ഭീകരരെ പിടിക്കുകയോ ചെയ്താൽ അതിനെതിരെയുള്ള ഒരു പ്രത്യാക്രമണം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ തീവ്രവാദികൾ കണ്ണെത്തുന്ന ദൂരത്തുണ്ട്. അവരെ ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു പ്രത്യാക്രമണം കാശ്മീരിൽ നടത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ലഷ്കർ-എ തോയ്ബയുടെ സ്ലീപ്പിംഗ് സെല്ലുള്ള, ജെയ്ഷെ മുഹമ്മദിന്റെ സ്ലീപ്പിംഗ് സെല്ലുള്ള മുഴുവൻ 7 സ്ഥലങ്ങളിൽ വ്യാപകമായ പരിശോധന സുരക്ഷാ സേന നടത്തുന്നത്. വീടുകൾ കയറിയുള്ള പരിശോധനയാണ്. CRPF-ഉം സൈന്യവും അതേപോലെ ജമ്മു കാശ്മീർ പോലീസും ചേർന്നുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. ഇത്രയും 10 കേന്ദ്രങ്ങളായിട്ട് ഈ പരിശോധന നമ്മൾ നേരത്തെ തന്നെ നമ്മൾ നൽകിയാണ്. അനന്തനാഗിലെ ഡെവിയോൺ കുന്നുകളിൽ നടത്തിയ പരിശോധനക്ക് ആർമി വ്യൂഹം കടന്നു പോകുന്ന ചിത്രങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. അത് നമ്മൾ ലൈവായി കാണിക്കാൻ പാടില്ലാത്തത് കൊണ്ട് അത് അല്പസമയം കഴിഞ്ഞ ശേഷമാണ്, അത് രാവിലെ 11 മണിക്ക് ശേഷം ലഭിച്ച വിഷ്വൽസ് നമ്മൾ 1 മണിക്ക് ശേഷം മാത്രമാണ് പട്ടാളത്തിന്റെ അനുമതിയോടുകൂടിയാണ് 3 മണിക്കൂറിന് ശേഷം നമ്മൾ ഇത് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഹൈഹൈറ്റ് വിവരം സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ശ്രീലക്ഷ്മി ജമ്മു കാശ്മീരിലെ പൂർണ്ണ തോതിൽ ഒരു സുരക്ഷാ വലയത്തിലാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാശ്മീർ താഴ്വരയാകെ കനത്ത സുരക്ഷാ വലയത്തിലാണ്. പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും തലത്തിൽ പാകിസ്ഥാനിലെ ലഷ്കർ-എ തോയ്ബുമായിട്ട് മൊബൈൽ ഫോണിലൂടെയോ അല്ലെങ്കിൽ ഇമെയിലിലൂടെയോ ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളുടെയും വീടുകളിലേക്ക് സൈന്യം വരികയാണ്. ജമ്മു കാശ്മീരിൽ നിന്ന് അതേപോലെ തന്നെ നാഷണൽ ഹൈവേയിൽ യാത്ര ചെയ്യണമെങ്കിൽ കാശ്മീരി ആണെങ്കിൽ പോലും നമ്മളാണെങ്കിൽ പോലും ഇവിടെ പോലീസിനെ വിളിച്ച് അത് അറിയിക്കണം. അതിന്റെ നമ്പർ ഇപ്പോൾ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്രയും പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ. അതുകൊണ്ട് തന്നെ ഹൈ അലേർട്ടും പ്രഖ്യാപിച്ചിരുന്നത്. അതായത് ഭീകരവാദികൾക്ക് തൊട്ടരികിലേക്ക് സംഘം എത്തിയെന്ന് പറയാമല്ലേ? 100%. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു കരുതൽ ഇവിടെ നടത്തിയിരിക്കുന്നത്. കാരണം ഭീകരവാദികളെ പിടികൂടുകയോ അല്ലെങ്കിൽ അവരെ കൊല്ലപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യാക്രമണം കാശ്മീരിൽ നിന്നുണ്ടാവരുത്. അതിന് സാധ്യതയുള്ള സ്ലീപ്പർ സെല്ലുകളെ മുഴുവൻ അരിച്ചു പെറുക്കുന്ന ജോലിയാണ് ഈ 10 സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സേതുലക്ഷ്മി, ഈ അതിർത്തികളിൽ ഈ സുരക്ഷാ സേനയ്ക്ക് നേരെ പാകിസ്ഥാന്റെ പ്രകോപനം എന്ന വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ട്. ഇന്നിപ്പോൾ ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുന്നു എന്ന തരത്തിലും വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. ശരത്ത്, എന്താണ് അതിർത്തികളിലെ സാഹചര്യം? അതിർത്തികളിലെ പ്രധാനപ്പെട്ട സാധന ഉറി അതേപോലെ തന്നെ മറ്റു രജോറി സെക്ടറിലൊക്കെ തന്നെ ഇന്ത്യൻ സൈന്യം ഇന്ന് തിരിച്ചടച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ പുലർച്ചെ 3 മണിവരെ ചെറിയ യന്ത്രത്തോക്കിൽ നിന്ന് BSF-ന്റെ പോസ്റ്റിലേക്കാണ് ഇന്നലെ പാകിസ്ഥാൻ പട്ടാളം വെടിവെച്ചത്. വെടി വെക്കുക മാത്രമല്ല, പിന്നെ നിരന്തരമായി വെടിവെക്കുകയായിരുന്നു. 3 മണിക്കൂറോളം രാത്രി വെടിവെപ്പ് തുടർന്നു എന്നാണ്. ഇതേ തുടർന്നാണ് ഇന്ത്യൻ പട്ടാളം തിരിച്ച് പാക് അധീന കാശ്മീരിലുള്ള റേഞ്ചർ പോസ്റ്റിനെതിരെ വെടിയുയർത്തത്. ആളപായങ്ങളുടെ കാര്യത്തിൽ ഇതുവരെ പാകിസ്ഥാനിൽ നിന്നും മറുപടി ഒന്നും ലഭിച്ചിട്ടില്ല. ഏതായാലും BSF ജവാനെ കൈമാറുന്ന കാര്യം ചർച്ച ചെയ്യാൻ പിന്നെ പാക് പട്ടാളം തയ്യാറാവാത്ത സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അശാന്തമായ കാശ്മീർ അതിർത്തിയിലേക്ക് കൂടുതൽ ഇന്ത്യൻ സൈന്യം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊരു വാർത്തയുമുണ്ട്. അതുപോലെ പാകിസ്ഥാനും ബലൂചിസ്ഥാനിലെ സൈന്യത്തെ ഈ ജമ്മു അതിർത്തിയിലേക്ക് അല്ലെങ്കിൽ കുപ്വാര അതിർത്തിയിലേക്ക് ബലൂചിസ്ഥാനിൽ സൈനിക നീക്കം നടക്കുന്നതായിട്ടും ഇന്ത്യൻ പട്ടാളത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സേതുലക്ഷ്മി, ശരി ശരത് ലാലാണ് പെഹൽഗാമിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ജമ്മു കാശ്മീരിൽ ഹൈ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. ഭീകരർക്ക് തൊട്ടരികിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു, സൈന്യം എത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.